നമസ്കാരം. രമേഷ് പിഷാരടിയുടെ പ്രചരണത്തെ അവിടുത്തെ ബി.ജെ.പി. നേതാവ് തടഞ്ഞു, ബി.ജെ.പി. കൗൺസിലർ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമാണ് മാധ്യമങ്ങളിൽ. രമേഷ് പിഷാരടി പറയുന്നത് നിങ്ങൾക്ക് ശരിയല്ല എന്ന് പറയുന്നു. ബി.ജെ.പി. എതിർക്കുവാനുള്ള സംഘടനാശേഷി കോൺഗ്രസിനുണ്ട്, പിന്നെ ഞങ്ങൾ വെറുതെ വിട്ടതാണ്, എന്തുണ്ടെങ്കിലും ഞങ്ങൾക്ക് നേരിടാൻ അറിയാമെന്നൊക്കെ ഘോരം വലിയ വായിൽ സംസാരിക്കുന്നു. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങുകയാണ്. നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, ജനാധിപത്യ വിരുദ്ധരാണ് എന്നൊക്കെ പറയുന്നു. പക്ഷേ വാസ്തവം എന്താണ് എന്ന് തിരക്കി ഒന്ന് പിറകിലേക്ക് പോയപ്പോഴാണ് രമേഷ് പിഷാരടി ഒരു പ്രതികരണം കേട്ടത്. അതിലൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ്, രഞ്ജിത്ത് ഇപ്പോൾ അറസ്റ്റിലായതിനെ പറ്റി എന്താണ് സംസാരിക്കേണ്ടതെന്ന്. അപ്പോൾ രമേഷ് പിഷാരടിയുടെ മറുപടി ഇങ്ങനെയാണ്: വ്യക്തിപരമായി ചെയ്ത കാര്യത്തിന് എന്ത് പ്രതികരണം നടത്താനാണ്? പീഡനം വ്യക്തിപരമാണ് എന്ന് ഇത് കേട്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നലുണ്ടോ? അതൊരു കുറ്റമാണ്, അതൊരു ക്രൈമാണ്. ഒരു ക്രൈം ഒരു നാട്ടിൽ നടക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയോട് അതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും കുറ്റക്കാരൻ ശിക്ഷിക്കപ്പെടണം എന്നെങ്കിലും പറയാമല്ലോ. അല്ല, പീഡിപ്പിക്കുന്നത് തങ്ങളുടെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ സംവിധായകനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പീഡനമല്ലാതായി മാറുമോ? ഇങ്ങനെ ഒരു സാമാന്യ ബുദ്ധി പോലുമില്ലാത്ത, സാമാന്യ യുക്തി പോലുമില്ലാത്ത ആളാണോ നിങ്ങളുടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി പാലക്കാട് കൊണ്ട് നിർത്തിയിരിക്കുന്നത്? അതോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാം പാർട്ടായിട്ട്, അതായത് ഹൂ കെയേഴ്സ്, ആര് ശ്രദ്ധിക്കാൻ എന്ന് പറയുന്നതിൻ്റെ രണ്ടാം ഭാഗമായിട്ട് നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയാണോ? നിങ്ങൾ ഈ സ്ത്രീകളെ ദ്രോഹിക്കുന്നവരെ അനുകൂലിക്കുന്ന, കള്ളന് കഞ്ഞി വയ്ക്കുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പാലക്കാട് കൊണ്ടുപോയി ഡംപ് ചെയ്യാൻ അത് ചവർ ഫാക്ടറി ഒന്നുമല്ലല്ലോ. അത് സാധാരണ മനുഷ്യർ നിലനിൽക്കുന്ന ആവശ്യങ്ങൾ, സാധാരണമായ ഭാരതീയ പൗരന്മാർ നിലനിൽക്കുന്ന, ജീവിക്കുന്ന, വളരെ മര്യാദയ്ക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന മനുഷ്യർ താമസിക്കുന്ന ഇടമല്ലേ? അവിടെ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി ആ ജനതയെ അപമാനിക്കുവാൻ ശ്രമിക്കുന്നത്? അവിടെ കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് പാലക്കാട് ഒരു MLA പോലും ഇല്ലായിരുന്നു. പാലക്കാട് ഒരു MLA ഇല്ലാത്ത സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. വീണ്ടും അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കുവാൻ വേണ്ടിയാണോ, അതായത് ഞങ്ങളുടെ MLA ആണ് ഇദ്ദേഹം എന്ന് പറയുവാൻ വേണ്ടി? അങ്ങനെ എന്തായാലും ആകാൻ പോകുന്നില്ല. കാരണം അവിടെ ശോഭാ സുരേന്ദ്രനെ വിജയിക്കുകയുള്ളൂ. പക്ഷേ ഒരു സാങ്കല്പികമായൊരു രീതിയിലെടുത്താൽ കോൺഗ്രസിൻ്റെ അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ? നേരത്തെ നിങ്ങൾ അവിടെ കൊണ്ടു നിർത്തിയ ആളുടെ സ്വഭാവം ഈ രീതിയിലായിരുന്നു. വീണ്ടും ഇതേ തരത്തിൽ സ്ത്രീകളെ വഞ്ചിക്കുന്ന, സ്ത്രീകളെ ദ്രോഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാചാടോപം നടത്തുന്ന, പാണൻ പാട്ട് പാടാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണോ അവിടെ കൊണ്ടുവന്ന് നിയോഗിച്ചിരിക്കുന്നത്? എന്താ നിങ്ങൾക്ക് പാലക്കാടിനോട് ഇത്രയേ വിലയുള്ളോ എന്ന് മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ സംസാരിക്കുവാൻ കഴിയുള്ളൂ. കാരണം അത്തരത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വരുന്നത്. വലിയ ഫാസിസ്റ്റ് ചിന്താഗതിയാണ് അവർ നടത്തിയത് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു യാഥാർത്ഥ്യം പതിയിരിക്കുന്നു എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. അതായത് എന്തിനാണ് ഞങ്ങളുടെ ഒരു കൗൺസിലർ, ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള കാര്യം ചെയ്തെങ്കിൽ പോലും ഞങ്ങൾ ആരും ഇതിനെ അനുകൂലിക്കുവാൻ വേണ്ടിയിട്ട് നിൽക്കില്ല. എന്നിട്ടും എന്തേ കോൺഗ്രസിൻ്റെ നേതാവിന് ഒന്നും മിണ്ടാട്ടമില്ലാതെ പോയി? VD സതീശൻ സ്ത്രീ പീഡനത്തെ അനുകൂലിക്കുന്ന ആളാണോ അതോ അതിനെ എതിർക്കുന്ന ആളാണോ? അവൾക്കൊപ്പമെന്ന് എല്ലാ സാഹചര്യത്തിലും പറയുന്ന ആളല്ലേ? എന്തുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പറയുവാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ MLAക്ക് നേരെ പരാതി കൊടുത്ത സ്ത്രീകൾ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് അംഗീകരിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്കെതിരെ ഉയർന്ന ശക്തമായ ഒരു ആരോപണം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ നടത്തിയ ചെയ്തികളെല്ലാം VD സതീശന് അറിയാമായിരുന്നു. VD സതീശന് പരാതി കൊടുത്തതിന് ശേഷം പോലും VD സതീശൻ ഇതും കൊണ്ട് നടക്കുകയായിരുന്നു എന്നതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടം നടത്തിയ ഇത്തരത്തിലുള്ള വിഷയങ്ങളെ, ഇത്തരത്തിലുള്ള പീഡനങ്ങളെ മൗനമായി പിന്തുണയ്ക്കുകയായിരുന്നു VD സതീശൻ എന്ന് പറയേണ്ടി വരും. കാരണം ഈ രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ ചിത്രീകരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെതിരെ ഒരു പ്രതികരണവും നടത്താതിരിക്കുന്നു എങ്കിൽ, ഒരു ആകാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ഒരാൾ, നാളെ നിങ്ങളൊരു ജനപ്രതിനിധിയാകുന്നു എന്ന് വയ്ക്കുക, നിങ്ങളുടെ മണ്ഡലത്തിൽ ഇത്തരത്തിലുള്ളൊരു പീഡനം നടന്നാൽ
നാളെ ഈ പീഡകനെയല്ലേ നിങ്ങൾ പിന്തുണയ്ക്കുകയുള്ളൂ? അയാൾ സിനിമയിൽ നിന്നുള്ള ആളായിക്കോട്ടെ, അയാൾ രാഷ്ട്രീയ നേതാവായിക്കോട്ടെ, അയാൾ ആരുമായിക്കോട്ടെ, നിങ്ങൾക്ക് ആ പീഡനത്തെയും അല്ലെങ്കിൽ ആ പീഡകനെയും എതിർക്കേണ്ടതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമില്ലേ? കാരണം നിങ്ങളൊരു രാഷ്ട്രീയ നേതാവല്ലേ? ജനങ്ങൾക്കൊരു ധർമ്മം നടത്തി കൊടുക്കുക, ജനങ്ങൾക്കൊരു നീതി നടത്തി കൊടുക്കുക എന്നതൊക്കെയല്ലേ നിങ്ങളുടെ ലക്ഷ്യം? ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഭരണം നടത്തേണ്ടത്? അല്ലാതെ ഏതെങ്കിലും ഉന്നതർക്കോ വരേണ്യർക്കോ വേണ്ടിയാണോ? ഈ രീതിയിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുക? വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാവുക? നേരത്തെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കെ.സി. വേണുഗോപാലിനെതിരെയൊക്കെ സരിത നടത്തിയ ആരോപണങ്ങൾ ആരും മറന്നിട്ടുണ്ടാവില്ല. അതിക്രൂരമായ രീതിയിലാണ് കെ.സി. വേണുഗോപാൽ സരിതയെ ആക്രമിച്ചത് എന്നാണ് അന്ന് സരിത പറഞ്ഞത്. അതോടൊപ്പം തന്നെ കെ ബി ഗണേഷ് കുമാർ സരിതയ്ക്കെതിരെ വലിയ ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ നടത്തുകയും സരിതയുടെ ഭർത്താവ് വന്ന് നേരിട്ട് ഗണേഷ് കുമാറിനെ അന്ന് മർദ്ദിക്കുകയും ചെയ്തു. അന്ന് ഗണേഷ് കുമാർ UDFൻ്റെ നേതാവായിരുന്നു, അന്ന് LDFൽ അല്ലായിരുന്നു. അങ്ങനെ ഈ രീതിയിൽ UDFിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാർക്കല്ല ഇതെല്ലാം ഒരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനോ കോൺഗ്രസിൻ്റെ നേതാവായി ആകുവാനോ സ്ത്രീ പീഡകനാകണം എന്നുള്ള ക്വാളിറ്റി വേണമെന്ന് നിങ്ങൾ നിഷ്കർഷിക്കുന്നുണ്ടോ? അങ്ങനെയാണോ പൊതുജനം മനസ്സിലാക്കേണ്ടത്? ഇത്തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ശക്തമായി തന്നെ പാലക്കാടത്തെ ജനങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടി വരും. ബാലറ്റ് പേപ്പറിലൂടെ അല്ല, വോട്ടിംഗ് മെഷീനിലൂടെ അല്ല, മറിച്ച് നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ ഇതുവഴി നിങ്ങൾ നടക്കരുത് എന്ന് പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും, പറയേണ്ടി വരും. കാരണം അവർക്ക് ഈ സ്ത്രീ പീഡകന്മാർ അവരുടെ വീട്ടിന് മുന്നിൽ ചെന്ന് നിൽക്കുന്നത് താല്പര്യമില്ല. അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തത്തോടു കൂടി നടത്തുന്ന ക്ഷേത്രത്തിലേക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ചെന്ന് കയറുന്നതിനോട് അവർക്ക് താല്പര്യമില്ല. അതിലെന്ത് ജനാധിപത്യ വിരുദ്ധതയാണുള്ളത്? കാരണം നിങ്ങൾക്ക് അവരുടെ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ കേരളത്തിലെ പെൺകുട്ടികൾക്കെതിരെ ഒരാൾ അതിക്രമം നടത്തുമ്പോൾ ആ അതിക്രമത്തെ പിന്തുണയ്ക്കുന്ന ഒരു നയമാണ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഇഷ്ടമെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളെ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. അത് ജനാധിപത്യമല്ലേ? അവർക്കങ്ങനെ ചിന്തിച്ചുകൂടെ? കാരണം ഈ രീതിയിലല്ലേ നിങ്ങൾ പ്രതികരിച്ചിരിക്കുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നത്? ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ ഒരു ന്യായമോ ധാർമ്മികതയോ ഒക്കെ നഷ്ടപ്പെട്ടു പോയോ? നിങ്ങൾ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന അതേ ലാഘവത്തോടു കൂടി അല്ലേ? നിരവധിയായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ, നിരവധിയായിട്ടുള്ള അഴിമതി കഥകൾ, അതോടൊപ്പം തന്നെ തെളിവ് സഹിതം ചില നേതാക്കന്മാർക്കെതിരെ പിടിക്കപ്പെടുകയും അവർ ചിലർ ജയിലിലൊക്കെ പോകുന്ന ഒരു സാഹചര്യമൊക്കെ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനകത്ത് ഈ ഒരു കാര്യമൊക്കെ നടക്കുമ്പോൾ, ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പീഡനവും ആ ഒരു പട്ടികയിലാണോ പെടുത്തുന്നത്? ഇങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ഇതിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങൾക്ക് എതിർക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് കേരളത്തിലെ ജനതയുടെ ഒരു വാക്കാണ്. കാരണം അവിടുത്തെ പാലക്കാടത്തെ മണ്ഡലത്തിൽ എന്തായാലും ഇനി ഒരു പീഡകനെ സ്വീകരിക്കുവാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചു കഴിഞ്ഞ ഒരു മണ്ഡലം തന്നെയാണ് ഈ പാലക്കാട് മണ്ഡലം. കാരണം ആ രീതിയിൽ തന്നെയാണ് അവിടുന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ. വളരെ ശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ വിജയിക്കും എന്ന് തന്നെയാണ് അവിടുന്ന് പൊതുജനങ്ങളിൽ നിന്നുള്ള ഒരു അഭിപ്രായം വരുന്നത്. പക്ഷേ ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ആകുന്നു എന്നതിനപ്പുറം നിങ്ങളവിടെ പ്രവർത്തനത്തിന് ഇറങ്ങിയാൽ അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് തടയേണ്ടി വരും. കാരണം അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്, അവരും ഇത് കണ്ടാണ് വളരുന്നത്. തീർച്ചയായിട്ടും അതിനെ എതിർക്കാതെ മറ്റ് നിർവാഹങ്ങളൊന്നും തന്നെ ഇല്ല. അതിനിടയിൽ കോൺഗ്രസ് പലതരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഇതിനെതിരെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉന്നയിച്ച് വിടുന്നുണ്ട്. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണനെതിരെയൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. ബി ഗോപാലകൃഷ്ണൻ മതേതരത്വം പറയുന്നില്ല എന്ന്. തീർച്ചയായിട്ടും BJP നേതാക്കന്മാർ സത്യത്തിൽ ഈ ഒരു ഇലക്ഷനിൽ ഈ BJP നേതാക്കന്മാർ നടത്തിയ പ്രതികരണങ്ങളെല്ലാം തന്നെ വളരെയധികം ജനങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന തരത്തിലാണ് സമൂഹത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് നമുക്ക് വിവിധ ഭാഗങ്ങളിലേക്ക് സംവദിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിഫ്ലക്ഷൻ. അതായത് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തെ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി ഉൾക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരിലെ ജനത. അവിടെ അന്താരാഷ്ട്ര പ്രസിദ്ധമായിട്ടുള്ള
ഒരു തീർത്ഥാടന കേന്ദ്രം, ആ തീർത്ഥാടന കേന്ദ്രത്തെ ഒന്ന് മൈൻഡ് ചെയ്യാനായിട്ട് അവിടുത്തെ MLAക്ക് സാധിക്കുന്നില്ല. കാരണം MLAക്ക് സാധിക്കണമെങ്കിൽ ക്ഷേത്രത്തിനകത്തേക്ക് പോകണം. ക്ഷേത്രത്തിന് അകത്തേക്ക് പോയില്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോട് ഇതിനെക്കുറിച്ച് ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചറിയുവാനോ അല്ലെങ്കിൽ കേട്ടറിയുവാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയൊന്നും ഒരു MLA തയ്യാറാകാത്ത ഒരു സാഹചര്യം ഗുരുവായൂരുണ്ട്. അപ്പോൾ അത്തരമൊരിടത്തിലേക്ക്, അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ ഗുരുവായൂരിൽ അത്തരത്തിലുള്ളൊരു വികസനം സാധ്യമാകണമെങ്കിൽ അവിടെ ഒരു ഹിന്ദു MLA വരണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഇങ്ങനെ പല കാര്യങ്ങളുടെയും പിറകെ നടന്ന ചില UDF നേതാക്കന്മാർ ചില കോലിട്ടൊക്കെ ഇളക്കുന്നുണ്ട്. പക്ഷേ ആ കോലിട്ട് ഇളക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ വളരെ ശക്തമായ ഒരു മറുപടി കിട്ടുന്ന ഒരു കാര്യം തന്നെയായിട്ട് കാര്യങ്ങൾ വഴിമാറി സഞ്ചരിക്കുകയാണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ രമേഷ് പിഷാരടിയുടെ കാര്യത്തിലായാലും ഇങ്ങനെയാണ് ആ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അടുത്ത ഇലക്ഷനിൽ രമേഷ് പിഷാരടിയെ ജനങ്ങൾ തന്നെ കാണട്ടെ, ജനങ്ങൾ തന്നെ ഈ വിഷയം പരിഹരിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.